മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം വിപുലമായി ആചരിച്ച് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ. അന്താരാഷ്ട്ര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് തൊഴിലാളി വർഗം മെയ് ദിനാചരണം സംഘടിപ്പിച്ചത്. രാജ്യത്തും സംസ്ഥാനത്തും ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്ത് ഇന്നും ചെറുതും വലുതുമായ നിരവധി തൊഴിലാളി സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മെയ് ദിനം കൂടി കടന്നുപോകുന്നത്. ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സമരങ്ങൾക്കിടയിലെ മെയ് ദിനമാണ് നിലവിൽ കടന്നുപോകുന്നത്. രാജ്യത്തെമ്പാടും അസംഘടിത തൊഴിൽ മേഖലകളിൽ തൊഴിലാളി സമരങ്ങൾ നടക്കുകയാണ്. ഹരിയാനയിലെ മനേസറിലുള്ള ഹോണ്ട ഫാക്ടറിയിലെ സമരം ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ്. നോയിഡയിലെ ഹോയ്സറി കോംപ്ലക്സിനു മുന്നിൽ തുടങ്ങിയ സമരം സമീപ പ്രദേശത്തെ വ്യവസായശാലകളിലേക്കും പടർന്നു. തലസ്ഥാന നഗരത്തിന്റെ ഭാഗമായ മനേസർ, പാനിപ്പട്ട്, സോണിപ്പട്ട്, നോയിഡ, വിവാഡ, അൽവാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ തൊഴിലാളി സമരമുണ്ട്. ഗുജറാത്തിലെ സൂറത്തിൽ സ്റ്റീൽ പ്ലാന്റ് മേഖലയിലെ തൊഴിലാളികൾ സമരത്തിലാണ്. ബീഹാറിലെയും ഛത്തീസ്ഗഡിലെയും വിവിധ മേഖലകളിലും തൊഴിൽ സമരമുണ്ട്. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിൽ വീഗാഡിന്റെ രുദ്രാപൂർ ഫാക്ടറിയിൽ തൊഴിലാളികൾ പണിമുടക്കുന്നുണ്ട്. തുച്ഛമായ കൂലി, 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള ജോലി തുടങ്ങിയ നടപടികൾക്കെതിരെയാണ് നിലവിൽ സമരം നടത്തുന്നത്. സമരങ്ങളെ നേരിടുന്ന വിധം പരിശോധിച്ചു കഴിഞ്ഞാൽ നോയിഡയിൽ സമരം ചെയ്ത 100 കണക്കിന് തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളെ രാത്രിയും തടവിൽ വെച്ചു. സ്ഥലം സന്ദർശിക്കാൻ പോയ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളെ പോലീസ് തടഞ്ഞുവെച്ചു. രുദ്രാപൂരിൽ ഫാക്ടറി ഗേറ്റിൽ ധർണയിരുന്ന തൊഴിലാളികളെ പോലീസ് തല്ലി ഓടിച്ചു. ഫാക്ടറിയുടെ 500 മീറ്ററിനുള്ളിൽ കുത്തിയിരിപ്പ് സമരത്തിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. രുദ്രാപൂരിലും നിരവധി തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന്, തൊഴിൽ സമരം സാമ്പത്തിക മുരടിപ്പ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. അതിൽ തൊഴിൽ സമരങ്ങൾ വ്യവസായങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട്. തൊഴിൽ സമരങ്ങൾ വ്യവസായ മുരടിപ്പ് ഉണ്ടാക്കുന്നുവെന്ന പൊതുബോധം തെറ്റാണെന്നും പഠനങ്ങൾ പറയുന്നു. 2016-2023 കാലത്ത് സമരം കാരണം ഭക്ഷ്യോൽപാദന മേഖലയിൽ രാജ്യത്തെ ഏറ്റവും കൂടിയ തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. 2023 മാത്രം 1,85,529 തൊഴിൽ ദിനങ്ങൾ നഷ്ടമായി. 2016-2023 കാലയളവിൽ ഭക്ഷ്യനിർമ്മാണ മേഖല 5.35% വളർച്ച നേടി. തൊഴിലാളി സമരങ്ങളിൽ വസ്ത്രമേഖലയിലും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. വസ്ത്രമേഖലയിൽ 2019-20 മുതൽ 2025-26 വരെ 10% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. 2023 കയറ്റുമതി 4.7% വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, തൊഴിൽ സമരങ്ങൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വ്യാവസായിക മേഖലകളെ തകർക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളി യൂണിയനുകൾ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ ഉൽപ്പാദന മേഖലയിൽ 2023-24 മാത്രം 15.32% വളർച്ച എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 ഏറ്റവും കൂടുതൽ തൊഴിൽ സമരം റിപ്പോർട്ട് ചെയ്ത തമിഴ്നാട്ടിലും ഉൽപ്പാദന മേഖലയിൽ 12.59% വളർച്ചയുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ തൊഴിൽ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും തൊഴിൽ സമരങ്ങളുണ്ട്, സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും. ഇപ്പോൾ നഴ്സുമാരുടെയൊക്കെ കണ്ടല്ലോ. ഇതിനിടയിലും ആണ് വീണ്ടും ഒരു തൊഴിലാളി ദിനം ആചരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓർമ്മകൾ പുതുക്കുന്നത്. സത്യത്തിൽ അത്ര സമാധാനപരമായ ആശാസ്യകരമായ ഒരു ചുറ്റുപാടല്ല ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് തന്നെയല്ലേ? നിശ്ചയമായിട്ടും ഒരു സംശയമില്ല. അതായത് തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്, തൊഴിൽ എടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. നേരത്തെ നമ്മൾ ആദ്യ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ശ്യാമിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടൊരു കാര്യം ശ്യാമിൽ എനിക്ക് തോന്നുന്നത്, വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും തന്നെയും ഈ ഒരു 25 വർഷം മുമ്പ് നമ്മളെ കുട്ടികളായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത് പോലെ അത്രക്ക് വലുതായിട്ട് സമരങ്ങളാകെ കുഴപ്പമാണ്, തൊഴിലാളികളാകെ പ്രശ്നക്കാരാണ് എന്നൊരു ധാരണ കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ അതുപോലെ ശക്തമായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കാലങ്ങളിൽ തൊഴിലാളി സംഘടനകളൊക്കെ വളരെ ശക്തമായിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സമരം ചെയ്ത് വാങ്ങാനൊക്കെ അവർ വളരെ മിടുക്കരായിരുന്നു, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. തൊഴിലാളികൾ അങ്ങനെ പടിപടിയായിട്ടാണ് അവരുടെ അവകാശങ്ങൾ നേടിയിട്ട് വന്നത്. ഇപ്പോൾ മെയ് ദിനമൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇതിനകത്ത് ഇന്ന് രാവിലെ സ്റ്റോറിയിൽ പറഞ്ഞത് MP ഗോവിന്ദൻ മാസ്റ്റർ, VD സതീശൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ തൊഴിലാളികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ ദിവസം ആദരിക്കപ്പെടേണ്ടതാണ് എന്ന ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ആ കാലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, അന്ന് പത്രമാധ്യമങ്ങളല്ലേ വളരെ ശക്തമായിട്ടുള്ളൂ. ഞാൻ ഈ പറയുന്ന കാലത്ത് ഈ പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അതിലേറ്റവും പ്രബലമായിട്ടുള്ള മാധ്യമമൊക്കെ അതിതീവ്രമായിട്ടുള്ള തൊഴിലാളി സമര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു. തൊഴിലാളി എന്ന് വെച്ചാൽ സമരം ഉണ്ടാകുന്നൊരു കുഴപ്പക്കാരനാണ്, മുണ്ടും മാടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്ന, വെറുതെ കട്ട മീശയും വെച്ചിട്ട് ഇവിടെ ചെന്നിട്ട് കുഴപ്പമുണ്ടാകും, പണിയെടുക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രം. അവർ കാർട്ടൂൺ വരക്കുന്ന ആ കാലങ്ങളിലെ മാധ്യമങ്ങളിൽ വരുന്ന കാർട്ടൂണുകളിലൊക്കെ അങ്ങനെയായിരുന്നു, മുണ്ട എന്ന മട്ടിലാണ്.
അവർ തന്നെയും സമരം നടത്താനാണ് വരുന്നത്. സമരം നടത്തി ആകെപ്പാടെ കുഴപ്പമുണ്ടാക്കും എന്നതായിരുന്നു ആ കാലത്ത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രബലമായിട്ടുള്ള ബോധം. അക്കാലങ്ങളിൽ തൊഴിലാളി സമരങ്ങളുണ്ട്, തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്, നല്ല തൊഴിലാളി സംഘടനകളുണ്ട്, നല്ല തൊഴിലാളി നേതാക്കളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രബലമായിട്ടുള്ള അപ്പുറത്തും മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള നേതാക്കൾക്കെല്ലാം തൊഴിലാളി സമരങ്ങളോടും തൊഴിലാളികളോടും ഒക്കെ നല്ല ബഹുമാനത്തോടെയുള്ള നിലപാടുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഈ നിലപാട് സ്വീകരിപ്പിക്കാൻ എടുക്കുന്ന മാധ്യമങ്ങളിൽ, അതിൽ ചില മാധ്യമങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള തൊഴിലാളി സമരവിരുദ്ധ നിലപാടുണ്ടായിരുന്നു. അത് അപ്പാടെ ആ കാലത്തിൻ്റെ ഒരു നരേറ്റീവിനെ ബാധിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും മുക്തമായി. അത് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളുടെ ഒരു ജനാധിപത്യവൽക്കരണം സംഭവിച്ചു. ഇപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ സ്വന്തം നിലയ്ക്കുന്ന ഒരു മാധ്യമമാണ്. അപ്പോൾ ആളുകൾക്കെല്ലാം അവരവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. സമരങ്ങളുടെ വിഷ്വൽസ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ കാണും. ഇവിടെ നിന്നിട്ട് നമുക്ക് അമേരിക്കയിൽ നടക്കുന്ന സമരം, അമേരിക്കയിലും സമരം നടക്കുന്നുണ്ടല്ലേ എന്ന് ആശ്ചര്യപ്പെടാൻ പാകത്തിന് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടെ തൊഴിലാളി സമരങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ചെയ്യുന്ന തൊഴിലാളികൾ കുഴപ്പക്കാരാണ് എന്ന നിലയിൽ നിന്ന് ഒരുപക്ഷെ കുറേ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. ഇപ്പോൾ ഇടപെട്ടോട്ടെ, അതിൽ ഇപ്പോൾ പറഞ്ഞില്ലേ അമേരിക്കയിലെങ്കിലും നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞൊരു ഹർത്താലിനെ ഇവിടെയുള്ള ഒരു മാധ്യമം ഇടയിൽ പോയി 2 വിദേശികളുടെ ബൈറ്റ് എടുത്തതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഫ്രഞ്ചുകാരുടെ അല്ലേ, ഫ്രഞ്ചും ഒന്ന് ജർമ്മനും. പറയുന്നത് സമരം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നിങ്ങൾക്ക് നിറയെ. എന്ത് ബുദ്ധിമുട്ട്, ഞങ്ങളുടെ അടുത്ത് ആഴ്ചക്ക് സമരമാണ്, ഫ്ലൈറ്റ് വരെ സമരം, പണിമുടക്കുന്നതാണ്. അപ്പോൾ അത് നേരത്തെ അറിയില്ലായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന അന്ന് പത്രങ്ങൾ എഴുതുക എന്ന് വെച്ചാൽ കേരളം മാത്രം പ്രാകൃതമായ സ്ഥലം, സമരം നടക്കുന്ന സ്ഥലം, ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ഭയങ്കര ആധുനികരായിട്ടുള്ള മനുഷ്യർ സമരം നടത്താതെ ഗംഭീരമായിട്ട് നടക്കുന്നു. അത് മാറി. ഏതായാലും സമയമില്ലാത്തതിനെ പെട്ടെന്ന് നിർത്താം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ച കുറേയേറെ ഡാറ്റകൾ, എനിക്ക് തോന്നുന്നു ആ ഡാറ്റയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു മാധ്യമം എന്നൊരു വലിയ ലേഖനം കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ട് വായിക്കേണ്ടുന്ന ലേഖനമാണ്. നമ്മുടെ കെ ഷാഹിനയുടെ OBC എന്ന് പറയുന്ന വെബ്സൈറ്റിലോ ഓഫ് ബീറ്റ് കൺസേൺസ് എന്നാണ്. അതിനകത്തുള്ള ഡാറ്റ കൂടിയാണെന്ന് തോന്നുന്നു അതിനകത്ത് വന്നത്. അതിനകത്ത് ഒരു ലേഖനം വളരെ ഇന്ന് മെയ് ദിനത്തിൽ വായിക്കേണ്ടതൊരു ലേഖനമായിട്ട് എനിക്ക് തോന്നി. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ ലേബർ ബ്യൂറോ ആണ് പ്രതിവർഷം രാജ്യത്തെ തൊഴിൽ തർക്കങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ക്ലോഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ അവസാന പതിപ്പ് പുറത്തിറങ്ങി 2021 അതിലെ ഡാറ്റ വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ അവർ പറയുന്നത്. അതിൽ വളരെ വിശദമായിട്ടും കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു തൊഴിലാളി സമരങ്ങൾ നടക്കുന്നത് കൊണ്ട് രാജ്യത്തൊരിടത്തും വ്യവസായ മുരടിപ്പ് ഉണ്ടാകുന്നേയില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലാളി സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തൊഴിലാളി സമരങ്ങൾ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. തൊഴിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സമരം ശക്തമാക്കി കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ, കൂടുതൽ ആളുകൾ ചേർന്നുള്ള സമരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ വ്യാവസായിക വളർച്ചയെ ബാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ വ്യാവസായിക വളർച്ചയെ ബാധിക്കുന്ന വിധത്തിൽ തടസ്സപ്പെടുന്നു എന്നുള്ളതായിരുന്നുള്ള നരേറ്റീവ്. മൊത്തത്തിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ സമരം കൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഈ റിപ്പോർട്ട് വരുന്നത് അതിനകത്തുള്ളത് അങ്ങനെയല്ല. സമരങ്ങൾ നടക്കുന്നത് കൊണ്ട് തൊഴിലാളികളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് സമരങ്ങൾ നടത്തണം. എന്നാൽ തൊഴിലാളികളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുമ്പോൾ വ്യാവസായിക വളർച്ച മുരടിക്കുന്നു എന്ന നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ടോ? അതൊട്ടില്ലതാനും. അപ്പോൾ പിന്നെ തൊഴിലാളി സമരങ്ങളെ ഇങ്ങനെ കുറ്റം പറയേണ്ടെന്ന് യാതൊരു കാര്യമില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുകയാണ്. അതിനകത്ത് ഭക്ഷ്യോൽപാദന മേഖലയിൽ കണക്ക് പറയേണ്ട തൊഴിൽ തർക്കങ്ങൾ കാരണം 1,85,529 തൊഴിൽ ദിനങ്ങളാണ് 2023 മാത്രം ഈ മേഖലയിൽ നഷ്ടമായത്. എന്നാൽ അതുകൊണ്ട് ഭക്ഷ്യനിർമ്മാണ മേഖല എന്തും കുഴപ്പമുണ്ടായില്ല. 5.35% വളർച്ചയാണ് ഈ ഘട്ടത്തിൽ നേടിയത്. അങ്ങനെ ഓരോ മേഖലയിലെയും ഓരോ സംസ്ഥാനത്തിലെയും കാര്യങ്ങൾ വിശദമായിട്ട് ഈ ലേഖനത്തിൽ പറയാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മുഴുവനായിട്ടും വായിക്കുന്നില്ല. അത് നമ്മുടെ ഈ തരത്തിലൊരു നരേറ്റീവിനെ ആകപ്പാടെ പൊളിക്കുന്ന ഒരു ലേഖനമാണ്. അത്തരം ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലടക്കം കൂടുതലായിട്ട് വരികയാണ്. കാരണം പഴയ മട്ടിലുള്ള തൊഴിലാളി സമരങ്ങൾ ആകപ്പാടെ കുഴപ്പമാണ് എന്ന ഒരു സംഗതി ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മെയ് ദിനം എന്നത് കൂടുതൽ പ്രോജ്വലമായിട്ട് വരികയാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോലെ സമയക്കുറവുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം, മെയ് ദിനത്തിൻ്റെ കാലിക പ്രസക്തി എന്ന നിലയ്ക്ക് ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരാൾ എഴുതിയതാണ്. അതിൽ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ജെൻസി, അത് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ് 20-22 പ്രായങ്ങളിലൊക്കെയുള്ള കുട്ടികൾ ഇപ്പം വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വലിയ സമ്മർദ്ദത്തിനൊക്കെ ഇവർ അടിപ്പെടുന്നുണ്ട്. അത് പക്ഷേ ജോലി ചെയ്യുന്നത് എന്തോ നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അതൊരു അവകാശം എന്ന നിലക്കല്ല അവരതിനെ കാണുന്നത്. അത് പക്ഷേ അതിൽ മറ്റ് പല പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അതൊരു സമ്മതമായി കാണുകയും നമ്മൾ 12-16 മണിക്കൂറോ ഞാൻ ജോലി ചെയ്യാം, എനിക്ക് നിങ്ങൾ ശമ്പളം തരുന്നുണ്ടല്ലോ, ആ നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് ആ ഒരു ചൂഷണത്തിന് സ്വയമേവ സമ്മതം മൂളിക്കൊണ്ട് വിധേയപ്പെട്ടു കൊടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം മാത്രം ഞാൻ ഇതിൽ നിന്നും വായിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ഒരു വ്യക്തിഗത വിശ്രമാവകാശമല്ല, അത് തൊഴിലാളിയുടെ ജീവിത സമയത്തെ തിരികെ പിടിക്കാനുള്ള രാഷ്ട്രീയ അവകാശമാണ്.
അത് വലിയൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അത് ഇതൊരു മെയ് ദിനം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അർദ്ധരാത്രിയിൽ വരുന്ന മെസ്സേജിന് മറുപടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ചെറിയ കാര്യമല്ല. അത് പ്രതിരോധത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ നിലവിലെ തൊഴിൽ സാഹചര്യത്തിൽ എത്ര പേർക്ക് കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്. ശക്തമായ നിയമങ്ങളും അതിനൊപ്പം സംഘടിതമായ തൊഴിലാളി സംവിധാനവുമാണ് ഘടനാപരമായ പരിഹാരത്തിനുള്ള മാർഗം. മനുഷ്യ വിഭവശേഷിയെ കോർപ്പറേറ്റ് ലോകത്തെ ഭക്ഷ്യ വിഭവമാക്കാനുള്ള ശ്രമം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് എന്നും കൂടെ പറയണം. അത് ഈ കുട്ടികൾ അതിലും ലളിതമായിട്ട് അതിനെ നമ്മൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള വാക്ക് തന്നെയാണ് ചർച്ചയാണ് ആ കാര്യം. അതെ ആ കാര്യം. അപ്പോൾ ആ കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അതൊരു തൊഴിൽ എന്നുള്ളത് ഒരു അവകാശമാണ്. അത് മാത്രമല്ല വിശ്രമം എന്നുള്ളത് വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെങ്കിലും നമ്മളത് ഓർമ്മിച്ച് വേണം മുന്നോട്ട് പോകാനെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊഴിലാളി ദിനം ഒരു ആഘോഷം മാത്രമല്ല, അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം കാലം ഇനി എത്ര കഴിഞ്ഞാലും പ്രസക്തമാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ അടിസ്ഥാന അവകാശങ്ങൾ പോലും തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ്. 2026 നിൽക്കുമ്പോഴും തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ലേബർ കോഡുകൾ, തൊഴിൽ സുരക്ഷ, വേതനം, ജോലി സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തൊഴിലാളികൾ ഇന്നും ഉയർത്തുന്നുണ്ട്. ഐതിഹാസികമായ ചിക്കാഗോ സമരത്തിന്റെ 137 വാർഷികത്തിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇന്നും സമരമുഖത്ത് തന്നെയുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലെയും സംഘടിതരും അസംഘടിതരുമായ അസംഖ്യം തൊഴിലാളികൾ അവരവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുകയാണ്. പുതിയ കാലത്ത് IT മേഖലകളിൽ അടക്കമുള്ള തൊഴിലാളികളുടെ സമരവും രാജ്യം കണ്ടു. ഇങ്ങനെ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇപ്പോഴും പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയും കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെയും സമരം ചെയ്യുന്നതിൻ്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ തൊഴിലാളി ദിനങ്ങളും.